ദൈവത്തിൻ്റെ സ്തോത്രം. പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്കുള്ള സ്നേഹവും വന്ദനവും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. മീഖ 7:7-8 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നുണ്ട്: ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ ശത്രുവായോളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. യഹോവ എൻ്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവൻ്റെ ക്രോധം വായിക്കും. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ ശത്രുവായോളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാൽ യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കുന്ന സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ, വീഴത്തില്ലെന്നല്ല, വീണോ എങ്കിൽ തന്നെയും ഹല്ലേലൂയ 7 പ്രാവശ്യം എഴുന്നേൽക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനെ കാത്തിരിക്കും. അപ്പോൾ രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നതാണെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വേറെ എങ്ങൊന്നുമില്ല ഹല്ലേലൂയ, മറ്റൊരുത്തനിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അവൻ്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണ് ഹല്ലേലൂയ. സദൃശവാക്യം 20 പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. അപ്പം നമുക്ക് ജീവിതത്തിൽ അഭയമുള്ളത്, അഭയസ്ഥാനമുള്ളത് ആ കർത്താവിൻ്റെ സന്നിധി മാത്രമാണ് ഹല്ലേലൂയ. അത് ബലമുള്ള ഗോപുരമാണ്. യേശുവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ അന്ധകാര ശക്തികൾ വിട്ടകലുകയാണ് ചെയ്യുന്നത് ഹല്ലേലൂയ. ദുഷ്ടശക്തികളെല്ലാം ഓടി അകലുകയാണ് ചെയ്യുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നത്, എൻ്റെ ശത്രുവായുള്ള എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിൽ ഞാൻ വീണ്ടും എഴുന്നേൽക്കും. കാരണം എപ്പോഴും ശത്രുവിൻ്റെ ആഗ്രഹം വീണ് പോകണമെന്നാണ്. പക്ഷേ ദൈവം പറഞ്ഞിരിക്കുന്ന അങ്ങനെയല്ല, വീണ്ടും എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമാണ് കൂടെയുള്ളത്. 7 പ്രാവശ്യം നീതിമാൻ വീണാലും അവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ഒരു കൃപ ഹല്ലേലൂയ. അതാണ് നമ്മൾ യേശുവിൻ്റെ നാമം പറയുമ്പോൾ തന്നെ അന്ധകാര ശക്തികളെല്ലാം വിട്ടുപോകും ഹല്ലേലൂയ. ദുഷ്ടശക്തി എല്ലാം തകർന്ന് മാറുക, അത് പരിഭ്രമിച്ചുകൊണ്ട് ഓടുകയാണ്. യേശുവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ തന്നെ പേടിച്ചോടുന്ന ഒരു ഹല്ലേലൂയ ശക്തി നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിന് എത്രമാത്രം ബലമുണ്ടെന്നാണ് ഹല്ലേലൂയ വചനത്തിൽ കാണുന്നത്. അതാ പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. ഇങ്ങനെ പറയുന്നുണ്ട് ഹല്ലേലൂയ. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്, യഹോവയിലെ സന്തോഷം എൻ്റെ ജീവിതത്തിലെ ബലമാണ് ഹല്ലേലൂയ. അതുകൊണ്ടാണ് എൻ്റെ ബലമായ യഹോവേ ഞങ്ങൾ നിനക്ക് ആർപ്പെടുന്നു എന്ന് പറയുന്നത് ഹല്ലേലൂയ. ആർപ്പോടും നൃത്തത്തോടും ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ ബലമായ കർത്താവ് നമ്മളോട് കൂടി ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ എൻ്റെ ബലം, ജീവൻ്റെ ബലം ഹല്ലേലൂയ. 27-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്ന, യഹോവൻ്റെ വെളിച്ചവും രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളെ ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും ഹല്ലേലൂയ. അപ്പോൾ ദുഷ്ടൻ ഇടറി വീഴുന്ന ഒരു നാമമാണ് കർത്താവിൻ്റെ നാമം എന്ന് പറയുന്നത് ഹല്ലേലൂയ. അവൻ വെളിച്ചമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലുള്ള ഇരുട്ടിനെയെല്ലാം കർത്താവിൻ്റെ കരം മുൻപിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ആ സ്വർഗീയ കൃപകൾ അനുഭവിപ്പാൻ തക്കോണം നമുക്ക് കഴിയുന്നുണ്ട് ഹല്ലേലൂയ. 5-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ മീഖ 5:9 ഇങ്ങനെ പറയുന്നുണ്ട്, നീ വൈരികൾക്ക് മീതെ എന്നെ നടത്തുന്ന ഹല്ലേലൂയ. നിന്റെ കൈ നിന്റെ വൈരികൾക്ക് മീതെ ഉയർന്നിരിക്കും, നിന്റെ സകല ശത്രുക്കളും ഛേദിക്കപ്പെടും. അപ്പോൾ നിന്റെ കൈ നിന്റെ വൈരികൾക്ക് മീതെ ഉയർന്നിരിക്കും, നിന്റെ സകല ശത്രുക്കളും ഛേദിക്കപ്പെടും. ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത് ഹല്ലേലൂയ, ശത്രുക്കളെ ഛേദിക്കപ്പെടുന്ന ഒരു അനുഭവം ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൈ അല്ലെങ്കിൽ ആ വൈരികൾക്ക് മീതെ ഉയർന്നിരിക്കുന്ന ഒരു അനുഭവമാണ് ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നീ എന്നെ ഉന്നതികളിൽ മേൽ നടക്കുമാറാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും ഹല്ലേലൂയ. അത് മാത്രമല്ല ദൈവത്തിൻ്റെ നമുക്കറിയാം ഹല്ലേലൂയ, ശത്രുവിനേക്കാൾ ഉന്നതികളിൽ മേൽ നടത്തുവാൻ ഇടയാക്കി തീർക്കുന്ന കൃപ ഹല്ലേലൂയ. കാരണം ശത്രുവിനെ അമ്പയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ ഹല്ലേലൂയ. അതിൽ നിന്നുള്ള വിടുതൽ തരുന്ന ദൈവത്തിൻ്റെ കൃപകളെക്കുറിച്ചോ ശക്തിയെക്കുറിച്ചോ ശത്രുവിന് അറിയത്തില്ല. എങ്കിൽ തന്നെ അവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെയെല്ലാം ഞാൻ പ്രസ്താവിക്കും ഹല്ലേലൂയ. ആ വചനങ്ങളെയെല്ലാം ഞാൻ പ്രസ്താവിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം വലിപ്പമുണ്ട് ഹല്ലേലൂയ. ഇവിടെ അത് അന്ധകാര ശക്തികളെല്ലാം ഹല്ലേലൂയ. അതുകൊണ്ടാണ് 119-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞേക്കുന്നത്, നീ എൻ്റെ ശത്രുക്കളെക്കാൾ എന്നെ ബുദ്ധിമാനാക്കുന്നു. വേദന അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ ദൈവത്തിൻ്റെ പൈതലേ ഹല്ലേലൂയ, ഒരു പക്ഷേ നീ ഒരു വേദനയോടുകൂടി ആയിരിക്കും ഇന്ന്. പക്ഷേ
നിങ്ങൾ ഭവനത്തിലായിരിക്കുന്നത്, ആ സമയത്തായിരിക്കാം ഈ വചനം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നത്. ആ വേദനയോട് ഇരിക്കുന്നെങ്കിൽ പറഞ്ഞേക്കുന്നത്, എൻ്റെ ശത്രുക്കളെക്കാൾ എന്നെ ബുദ്ധിമാനാക്കുന്നു. ബുദ്ധി പറഞ്ഞു തരുന്ന കർത്താവാണ് നമുക്ക്. ഹല്ലേലൂയ. അവൻ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവം. ഹല്ലേലൂയ. പോകേണ്ട വഴി കാണിച്ചു തരുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഹല്ലേലൂയ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളൂ എന്നുള്ള ഇമ്പമേറിയ ശബ്ദം കേൾപ്പിക്കുന്ന ദൈവത്തിന്റെ കാര്യം. ഹല്ലേലൂയ. ആ സ്വർഗീയ ശക്തിയാണ് നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്ന അവൻ പാറയെ ജലതടാകവും തീക്കലിനെ നീരുറവയാക്കുന്ന ദൈവമാണ്. പാറയെ ജലതടാകമാക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, സമുദ്രമേ നീ ഓടുന്നതെന്ത്, യോർദാനെ നീ പിൻവാങ്ങുന്നതെന്ത്. 114 സങ്കീർത്തനത്തിൽ അങ്ങനെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവൻ്റെ മുൻപിൽ ഒരു സമുദ്രവും മാറാതിരിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു യോർദാനും പിൻവാങ്ങാതിരിക്കത്തില്ല. ഹല്ലേലൂയ. അവൻ്റെ നാമം പറയുമ്പോൾ ഹല്ലേലൂയ, ആ യേശുവിൻ്റെ നാമത്തിൽ നമുക്കറിയാം യോർദാൻ കടക്കുവാൻ ഹല്ലേലൂയ യോശുവയും കൂട്ടരും ചെന്നപ്പോൾ ഹല്ലേലൂയ ആ യോർദാനിലെ വെള്ളം രണ്ടായിട്ട് പിരിഞ്ഞു. ഹല്ലേലൂയ. ആ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ഹല്ലേലൂയ യോർദാനിലെ വെള്ളത്തിന്റെ ബക്കത്തവരുടെ കാൽ എത്തിയപ്പോൾ തന്നെ മുട്ടിയപ്പോൾ തന്നെ ഹല്ലേലൂയ അവിടുത്തെ വെള്ളം രണ്ടായി പിരിഞ്ഞ് അവർ അക്കരെ കടന്നു. ഹല്ലേലൂയ. അവരക്കരെ കടന്നു എന്ന് അറിഞ്ഞപ്പോൾ അതിന് അപ്പുറത്ത് താമസിക്കുന്ന ഹല്ലേലൂയ എല്ലാ രാജാക്കന്മാരും ഹൃദയം ഉരുകിപ്പോയിന്ന യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം നോക്ക്, ഏത് വലിയ ശക്തിയുള്ള രാജാക്കന്മാരായാലും ഏത് മന്ത്രിമാരായാലും ഏത് മനുഷ്യരായാലും ഹല്ലേലൂയ അവർക്ക് ഹല്ലേലൂയ വേണ്ടി ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ കാണുമ്പോൾ അവരുടെ മനസ്സ് ഉരുകിപ്പോകുന്ന. ഹല്ലേലൂയ. അവിടെ ഉരുകിപ്പോയിന്ന ഹല്ലേലൂയ യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം നമ്മൾ വായിക്കുന്ന 1-ാം വാക്യത്തിൽ. അപ്പം ശത്രു തകർന്ന് കാണുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ആ മറ്റുള്ളവരോട് ഉരുകുവാൻ ഇടയിത്തീരും. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കാരണം. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും പാടത്തില്ലേ, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു, ജയം ജയം എപ്പോഴും യേശുനാഥ നാമത്തിനു, ജയം ജയം എപ്പോഴും. നമ്മുടെ യേശുവിൻ്റെ നാമം പറയുമ്പോൾ ഹല്ലേലൂയ എപ്പോഴും നമുക്ക് ജയമാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് തകർക്കുന്ന രാജരാജനാ. ഹല്ലേലൂയ. അവൻ സൈന്യത്തിൻ്റെ മുൻപിൽ അങ്ങ് പോവുക. ഹല്ലേലൂയ. നമ്മുടെ മുൻപിലും അവൻ പോവുകയാ. ഹല്ലേലൂയ. നമ്മളെയും ഹല്ലേലൂയ രക്ഷിപ്പാൻ ഹല്ലേലൂയ അവൻ നമ്മുടെ ചുറ്റും നടക്കുന്നു. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്ന ഹല്ലേലൂയ അവൻ നിന്റെ പാളയത്തിന് ചുറ്റും നടക്കുന്നെന്ന്. ഹല്ലേലൂയ. എന്തിനാ? ശത്രുക്കളുടെ കയ്യിൽ നിങ്ങളെ രക്ഷിക്കുവാനാ അവൻ നമ്മുടെ പാളയത്തിന് ചുറ്റും നടക്കുന്നത്. ഇസ്രായേൽ മക്കൾ പറഞ്ഞു ഹല്ലേലൂയ ചെങ്കടൽ കടക്കാൻ ചെന്നപ്പോൾ ഹല്ലേലൂയ അവർ പറഞ്ഞു, അയ്യോ പുറകെ തണ്ട് മിസ്രൈമി സൈന്യം വരുന്നു, ഇരുപുറവും വലിയ കോട്ട പോലെ ഹല്ലേലൂയ വെള്ളം നിൽക്കുക. അപ്പോൾ അവർക്ക് ഒരു തരത്തിലും അക്കരെ കടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ നിലവിളിച്ചുകൊണ്ട് ഹല്ലേലൂയ മുൻപോട്ട് നീങ്ങുമ്പോൾ ഹല്ലേലൂയ കർത്താവ് മോശയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മോശേ, നീ കരയണ്ട, നിന്റെ കയ്യിലിരിക്കുന്ന വടി അങ്ങ് നീട്ട്. ഹല്ലേലൂയ. ആ ജനത്തിൻ്റെ കരച്ചിലങ്ങ് മാറ്റാനാ. ഹല്ലേലൂയ. എന്താണെന്നറിയാം, കൂടെ നിൽക്കുന്ന ജനമെല്ലാം കരയാതെ പുറകെ വരുന്നു, ആ വലിയ സൈന്യം വരുന്നു. ഹല്ലേലൂയ. ആ ഫറവോന്റെ ഇരുമ്പ് രഥവുമായി ഹല്ലേലൂയ അവനിങ്ങനെ പാഞ്ഞു വരിക. ഹല്ലേലൂയ. അവരെല്ലാം വന്ന് വെള്ളത്തിലിറങ്ങിയപ്പോൾ ആ ഇരുമ്പ് രഥത്തെ തകർക്കുവാൻ തക്കോണം ആ പച്ചവെള്ളത്തിന് കഴിഞ്ഞു. വേറെ ഒരു കാര്യവും ദൈവം ചെയ്തില്ല. ഹല്ലേലൂയ. ആ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് ചെങ്കടൽ കടത്താൻ വേണ്ടി വേറൊരായുധവും ഉപയോഗിച്ചില്ല. ഹല്ലേലൂയ. ദൈവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് അവരുടെ പുറകെ ഓടി പാഞ്ഞു വരുന്ന അവരുടെ ഓട്ടം നോക്കി. ദൈവം എപ്പോഴും ശത്രുവിനെ ഒന്ന് നോക്കും. ഹല്ലേലൂയ. ആ നോക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ പാഞ്ഞു വരുന്ന ആ പാച്ചിൽ കാണുമ്പോൾ ഹല്ലേലൂയ ദൈവം ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ ഇസ്രായേൽ മക്കളുടെ മുൻപിൽ ഹല്ലേലൂയ നിന്നിരുന്ന ആ മേഘസ്തംഭം ഹല്ലേലൂയ ആ ലൈറ്റ് അല്ലെ ആ വെട്ടം അവരെ പുറയിലോട്ട് പോയി നിൽക്കുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ മിസ്രൈമ്യർക്ക് ഇരുട്ടായി തീർന്നു. ഇസ്രായേൽ മക്കളെ വഴി നടത്തുവാൻ തക്കോണം ഹല്ലേലൂയ ദൈവത്തിന്റെ തേജസ് മുൻപിലും പുറകിലുമായി ഹല്ലേലൂയ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ആ സമയത്ത് മിസ്രൈമ്യർ നടക്കാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല, ഇരുട്ടായിപ്പോയി. കാരണം എൻ്റെ ദൈവത്തിൻ്റെ കൈ എല്ലാവർക്കും അനുകൂലമാണെങ്കിൽ തന്നെയും ശത്രുവിനത് ദോഷകരമായി പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ദൈവം നോക്കുക ഓരോ മനുഷ്യരെ, ഓരോരുത്തരുടെ മനോഭാവം എങ്ങനെയാണെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ആ സമയത്ത് ഹല്ലേലൂയ അവൻ നോക്കിയ
അഗ്നിമേഘ സ്തംഭത്തിൽ നിന്നുണ്ട് നോക്കിയെന്നോ ഹല്ലേലൂയ. നോക്കിക്കഴിഞ്ഞപ്പോൾ അവരുടെ ആ പാഞ്ഞുള്ള വരവ്, ഇവരെ തകർക്കാൻ വേണ്ടിയുള്ള വരവ് വന്നപ്പോൾ ഹല്ലേലൂയ, ആ വെള്ളത്തിനകത്ത് എല്ലാവരും ഈയം പോലെ പൊങ്ങിയെന്ന് അവിടെ വചനത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ തകർക്കുന്ന രാജരാജൻ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, അവൻ നമ്മളോട് കൂടെ നടക്കുന്നത് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കുക, ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പുകളെ താമ്രമാക്കും. നീ അനേക ജാതികളെ തകർക്കുകയും അവരുടെ ലാഭം യഹോവയ്ക്കും അവരുടെ സമ്പത്ത് സർവ്വഭൂമിയുടെയും കർത്താവിന് നിവേദിക്കുകയും ചെയ്യും. അപ്പോൾ സിയോൻ പുത്രിയെ നീ അടങ്ങിയിരിക്കണം എന്നല്ല ഹല്ലേലൂയ, എഴുന്നേറ്റ് മെതിക്കുക, ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കുളമ്പുകളെ താമ്രമാക്കും. നീ അനേക ജാതികളെ തകർത്ത് കളയും, അവരുടെ ലാഭം യഹോവയ്ക്കും അവരുടെ സമ്പത്ത് സർവ്വഭൂമിയുടെയും കർത്താവിന് നിവേദിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോരുത്തരെ ഓരോ തരത്തിൽ ഹല്ലേലൂയ തകർത്ത് നശിപ്പിച്ചു വെച്ചിരിക്കുന്ന അന്ധകാര ശക്തികൾ, അതിൻ്റെ പോരുകളെല്ലാം കടന്നു വരുമ്പോഴും ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ കൈ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ തക്കോണം ഹല്ലേലൂയ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ ആ ദൈവിക തേജസ് കണ്ട് ഹല്ലേലൂയ നമുക്ക് മുൻപോട്ട് നടക്കുവാൻ തക്കോണം ഹല്ലേലൂയ കഴിയുന്നുണ്ട്. 1 മീഖയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: അവരുടെ രാജാവ് അവരുടെ മുമ്പേയും യഹോവ അവരുടെ തലയ്ക്കിൽ നടക്കുന്നു. അവരുടെ രാജാവ് അവരുടെ മുൻപേയും യഹോവ അവരുടെ തലയ്ക്കിൽ നടക്കുന്നു. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ ആ രാജാവ് മുൻപിലായിരുന്നു ഹല്ലേലൂയ, അവൻ തലയ്ക്കൽ നടന്നങ്ങ് പോവുകയായിരുന്നു ഹല്ലേലൂയ. പോകുമ്പോൾ അവരോട് പറഞ്ഞ, എപ്പോഴും എൻ്റെ കർത്താവ് എപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന ഒരൊറ്റ കാര്യം ഇത് തന്നെ ഹല്ലേലൂയ. ഹല്ലേലൂയ എൻ്റെ 17-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞേക്കുന്ന എൻ്റെ നടപ്പ് അവൻ്റെ കാൽച്ചുവടുകളിൽ തന്നെ ആയിരുന്നു ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കാൽച്ചുവടുകൾ നോക്കി നടക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ വേദനകൾ അവൻ എടുത്തു മാറ്റുക. എന്ത് പ്രയാസ പ്രതിസന്ധികളാണ് നമ്മുടെ മുൻപിലുള്ളത് ഹല്ലേലൂയ. നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ഹല്ലേലൂയ വേദനപ്പെടുമ്പോൾ ആ പ്രതിസന്ധികളെ നോക്കി എൻ്റെ കർത്താവ് പറയാ ഹല്ലേലൂയ, എൻ്റെ കാൽച്ചുവടുകളെ നോക്കി നിങ്ങൾ ഈ നടന്നാൽ മതി ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട് ഹല്ലേലൂയ. ഞാൻ ആ കാൽച്ചുവട് പിന്തുടരുവാൻ എനിക്ക് ഒരുപാട് അവസരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഒരിക്കൽ വലിയ പോരാട്ടം എൻ്റെ കുടുംബത്തിൽ അനുഭവിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ എൻ്റെ ഭവനത്തിൽ ഒരു ദിവസം ഹല്ലേലൂയ, ഞാൻ എറണാകുളത്ത് നിന്ന് ഹല്ലേലൂയ എൻ്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ വലിയ പ്രയാസം എനിക്കുണ്ടായി ഹല്ലേലൂയ. മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ വേദനപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ, എൻ്റെ വീടിൻ്റെ പടിക്കൽ കൂടെ ഹല്ലേലൂയ ഞാൻ കടന്നു പോകുന്നതായിട്ട് ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു. എൻ്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കാട് പോലെ എന്നെ കാണിക്കുക. അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഒരാൾ നടന്ന് എൻ്റെ മുൻപിൽ പോകുന്നുണ്ട്. ആ പുറകിലോട്ട് ഹല്ലേലൂയ ആ പുറകെ ഞാൻ നടന്ന് എൻ്റെ വീട്ടിൽ ചെന്ന് കയറി. എനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിട്ട് പിന്നെ ഞാൻ കണ്ടില്ല ഹല്ലേലൂയ. പോകുമ്പോൾ എനിക്ക് വലിയ ദുഃഖമായിരുന്നു. കാരണം എൻ്റെ പിതാവ് രോഗിയായി കിടക്കുന്ന ഒരു സമയമായിരുന്നു അത്. ഭയങ്കര പ്രയാസത്തിൻ്റെ ഹല്ലേലൂയ പ്രതികൂലത്തിൻ്റെ സമയമായിരുന്നു അത്. ആ സമയത്ത് ഹല്ലേലൂയ എങ്ങനെ പോകും? കാരണം ഞങ്ങൾ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചപ്പോൾ ആ ചുറ്റുപാടുള്ള എല്ലാവർക്കും ഞങ്ങളോട് എതിർപ്പായിരുന്നു ഹല്ലേലൂയ. ആ എതിർപ്പുകളുടെ ഒക്കെ നടുവിൽ ഹല്ലേലൂയ ദൈവം എന്നോട് ഞങ്ങളെ പരിപാലിച്ചു ഹല്ലേലൂയ. യഹോവൻ്റെ കൊടിയാണെന്ന് പറയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ, എൻ്റെ ജയത്തിൻ്റെ കൊടിയെന്ന് പറയത്തക്കവണ്ണം ഹല്ലേലൂയ ഇതുവരെ ആ കൊടി വാരിപ്പറക്കുവാൻ സ്വർഗ്ഗം ഇടയാക്കി തീർത്തു ഹല്ലേലൂയ. ആ ദുഷ്ടൻ പല പ്രാവശ്യം ഹല്ലേലൂയ ആ കൊടി ഹല്ലേലൂയ താഴ്ത്തിക്കെട്ട് വന്ന് നോക്കിയപ്പോഴും യഹോവൻ്റെ കൊടി ഹല്ലേലൂയ എനിക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം പറയുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് അവസരങ്ങളെ ഒരുക്കിയിട്ടുണ്ട് ഹല്ലേലൂയ. എപ്പോഴും എനിക്കറിയാം ഹല്ലേലൂയ കർത്താവ് എൻ്റെ കൂടെ നടക്കുന്നത്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഹല്ലേലൂയ അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഹല്ലേലൂയ. ഞാൻ നടക്കുന്ന നടപ്പിലൊക്കെയും കർത്താവിനോടുകൂടെ നടക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എനിക്ക് ഹല്ലേലൂയ എപ്പോഴും ഹല്ലേലൂയ അദൃശ്യമാർന്ന കരം കൊണ്ട് ഹല്ലേലൂയ ആ അത്ഭുതമേറിയ വചനങ്ങൾ എൻ്റെ മുൻപിൽ എപ്പോഴും എനിക്ക് വെളിപ്പെടുത്തി തരുന്നത് എനിക്കറിയാൻ ഹല്ലേലൂയ. ആ മനസ്സെനിക്ക് പൊഴിച്ചു തരുന്നത് എനിക്കറിയാം ഹല്ലേലൂയ. സദൃശവാക്യം 1:23 പറഞ്ഞേക്കുന്ന പോലെ അവൻ്റെ മനസ്സ് എനിക്ക് പൊഴിച്ചു തരും ഹല്ലേലൂയ. ആ മനസ്സ് പൊഴിച്ചു തരിക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഉള്ളത്തിലേക്ക് ഹല്ലേലൂയ തരികയാണ് ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ എൻ്റെ അണ്ണാക്കിന് എത്ര മധുരമാണ്. അത് തേനേക്കാളും തേൻകട്ടേക്കാളും മധുരമുള്ളതാണ് ഹല്ലേലൂയ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. എനിക്ക് ഹല്ലേലൂയ വളരെ പ്രതിഫലം ദൈവം തരുവാനും ഹല്ലേലൂയ ആ പ്രമോദമായി ഹല്ലേലൂയ അതിന് എൻ്റെ പ്രബോധനമായി കർത്താവിനോട് സംസാരിക്കുന്നു ഹല്ലേലൂയ ഒക്കെ എനിക്ക് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ട് ഹല്ലേലൂയ. ആ രാജാവിൻ്റെ മുൻപിൽ ഹല്ലേലൂയ നഹൂമിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നുണ്ട് ഹല്ലേലൂയ. സുവാർത്താ ദൂതനായി
സമാധാനത്തിന്റെ ഘോഷകന്റെ കാൽ യഹൂദയെ, നിന്റെ ഉത്സവങ്ങളെ ആചരിക്കാം, നിന്റെ നേർച്ചകളെ കഴിക്കാം. നിസാരൻ ഇനി നിന്നിൽ കൂടി കടക്കയില്ല, അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നിസാരൻ ഇനി നിന്നിൽ കൂടി കടക്കയില്ല, അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഭാരപ്പെടുന്ന ഹല്ലേലൂയ വിഷയങ്ങൾ, ഭാരപ്പെടുന്ന വ്യക്തികൾ ഹല്ലേലൂയ, അവരെ ഹല്ലേലൂയ മാറ്റിയിട്ടാണേലും ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ തക്കോണം നമുക്ക് കഴിയും. ഹല്ലേലൂയ പ്രയാസങ്ങളിൽ കൂടെ ഹല്ലേലൂയ, വേദനകളിൽ കൂടെ ഹല്ലേലൂയ, പ്രശ്നങ്ങളിൽ കൂടെ പോകുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവ് ഹല്ലേലൂയ ഒരിക്കലും ഹല്ലേലൂയ നിസാരൻ നിന്നിൽ കൂടി കടക്കത്തില്ല. ഹല്ലേലൂയ ആ പോഷന്മാര് അല്ലെങ്കിലും ദൈവമക്കളെ ഉപദ്രവിക്കുന്നവർ നിന്നിൽ കൂടെ കടക്കത്തില്ല. ഹല്ലേലൂയ അവൻ ശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ കഴിക്കാനുള്ള നേർച്ചകളെ കഴിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നമ്മൾ ഉത്സവം ആചരിക്കുന്ന പോലെ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ ആനന്ദിക്കുമ്പോൾ ഹല്ലേലൂയ അതിന്റെ ആനന്ദവും സന്തോഷവും ഹല്ലേലൂയ നമ്മുടെ മുൻപിൽ കടന്നു വരുവാൻ തക്കോണം ഹല്ലേലൂയ ദൈവം ഇടയാക്കി തീർക്കും. ഹഗ്ഗായി 3:14 മുതൽ ഹല്ലേലൂയ 14 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്. അതിന്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കുക, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോട് സന്തോഷിച്ചുല്ലസിക്കുക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു, അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. അപ്പോൾ രക്ഷിക്കുന്ന വീരനായി ഈ കർത്താവ് നമ്മുടെ മധ്യയാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ആ കർത്താവ് നമ്മുടെ മധ്യയായിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും ഭയപ്പെട്ട് പേടിച്ച് മുറിയടച്ച് യേശു ഹല്ലേലൂയ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ശിഷ്യന്മാരെല്ലാവരും കൂടെ ഹല്ലേലൂയ ആ മുറിക്കകത്ത് കയറി പേടിച്ചിരിക്കുക. ഉടനെ കർത്താവ് അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം. അവിടെ സമാധാനം പറഞ്ഞുകൊണ്ട് കർത്താവ് അടുത്തോട്ട് വരുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ദൈവം നിങ്ങളുടെ മധ്യേ ഇരിക്കുന്ന, നമ്മുടെ മധ്യേ ഇരിക്കുന്ന ഒരു രാജാതി രാജാവ്, ഒരു കർത്താതി കർത്താവ് ഹല്ലേലൂയ നമുക്കുണ്ട്. അവൻ അത്യുന്നതനാം ദൈവം ഹല്ലേലൂയ, നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന കർത്താവ് ഹല്ലേലൂയ. അവന്റെ മുൻപാകെ നമ്മൾ ഹല്ലേലൂയ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹഗ്ഗായിയുടെ പുസ്തകം 2:6 ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും, ഞാൻ കരയെയും കടലിനെ ഇളക്കും, ഞാൻ സകല ജാതികളെ ഇളക്കും, സകല ജാതിയുടെ മനോഹര വസ്തുക്കൾ വരികയും ചെയ്യും. അപ്പോൾ നോക്ക്, സകലത്തെ ഇളക്കുമെന്ന്, ആകാശത്തെയും ഭൂമിയുടെ ഇളക്കും, കരയെയും കടലിനെ ഇളക്കും. ഇപ്പം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ് മനുഷ്യരെല്ലാം ഭയപ്പെട്ടിരിക്കുക. കൊറോണ എന്ന് പറഞ്ഞിട്ട് മനുഷ്യരെല്ലാം ഭാരപ്പെട്ടേ ഇരിക്കുന്നത്. ഓരോ സമയത്തും ഓരോരുത്തർക്കും ഹല്ലേലൂയ വേദനിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ ഓരോ സാഹചര്യം നിൽക്കുമ്പോൾ ഓരോ രംഗങ്ങളിലൊക്കെ ആയിരിക്കുന്ന എല്ലാ രാജ്യത്തും ഹല്ലേലൂയ അതിൻ്റെതായ വേദനകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. എന്നാൽ അവയിൽ നിന്നെല്ലാം വിട്ടുവയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ ഇവിടെ പറഞ്ഞ കുറെ കഴിഞ്ഞിട്ട് ഹല്ലേലൂയ ആകാശത്തെയും ഭൂമി ഇളക്കും, കരയെയും കടലിനെ ഇളക്കും. നമുക്കറിയാം, ഒരു ചെറിയൊരു ഒരു കോളോ തിരമാലയും വന്നാൽ മതി ഹല്ലേലൂയ വെള്ളം അടിച്ചിങ്ങോട്ട് കയറുക ചെയ്യുന്നത്. ഹല്ലേലൂയ ഒരിക്കൽ ഒരു വലിയൊരു സുനാമി വന്നപ്പോൾ ഞങ്ങളൊരു ആരാധനയുടെ മധ്യത്തിൽ ഇരിക്കുകയായിരുന്നു. ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു, ആ സുനാമി അടിക്കുന്ന കണ്ടില്ലേ നിങ്ങൾ, കൊച്ചിയിലേക്ക് അടിക്കുന്നത് ഞങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ, അത് അടിച്ചത് എവിടാ, വൈപ്പിൻകരയിലാണ് അടിച്ചത്. പക്ഷെ ഞങ്ങൾ ആരും അറിഞ്ഞില്ലത്. ഇവിടെ പാലാരൂട്ടത്ത് ഞങ്ങളൊരു ആരാധനയിൽ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷെ ആരും അറിഞ്ഞില്ല, ഇവിടെ ഉള്ളവരാരും അറിഞ്ഞില്ല. പക്ഷെ അവിടെ വലിയ കോളിളക്കങ്ങൾ നടക്കുകയായിരുന്നു. വണ്ടി ഒലിച്ചു പോകുന്നു, മനുഷ്യർ വെള്ളത്തിലായി പോകുന്നു, ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ നമ്മുടെ പട്ടണത്തിലും വന്നു. എങ്കിലും ഒരാടെ ഒരു സാക്ഷി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്, ചെറിയൊരു കുടില് കെട്ടി ആ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന ആ വൈപ്പിൻകരയിൽ ഒരു ആരാധന നടന്നിരുന്ന ഒരു സ്ഥലം, ചെറിയ ഓല ഷെഡായിരുന്നു. പക്ഷേ
അവിടെ ഭയങ്കരമായിട്ട് വെള്ളം അടിച്ചു കയറിയപ്പോഴും ആ ഓല ഷെഡിൽ ഇരുന്നവർക്കോ ആ ഓല ഷെഡിനോ ഒരു കേടും പറ്റിയതായി കണ്ടില്ല എന്നവർക്ക് ഹല്ലേലൂയ അവരൊരു സാക്ഷ്യം പറയുന്നത് കേൾക്കാനുണ്ടായി തീർന്നു. നമുക്ക് കടലിളകി കരയിളകി എല്ലാം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ചെറിയൊരു കുടിലിനകത്തിരുന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നവർക്ക് ഒരു ദോഷവും സംഭവിച്ചില്ല എന്ന് ഹല്ലേലൂയ കേൾക്കുവാൻ തക്കോണം കഴിഞ്ഞു. അപ്പോൾ ഒരു ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ ദൈവത്തിന്റെ ഭദ്രതയ്ക്കുള്ളിൽ ഹല്ലേലൂയ അവൻ മറയ്ക്കും. ചെറിയ കുടിലിരുന്നാലും വലിയ കൊട്ടാരത്തിലിരുന്നാലും ഹല്ലേലൂയ എവിടെ ഇരുന്നാലും ഹല്ലേലൂയ ദൈവം നമ്മളെ കണ്ടുകൊണ്ടായിരിക്കുന്നത് ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടണ്ട. എല്ലാ സമയത്തും കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഭയപ്പെടണ്ട. ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഇപ്രകാരം കാണുന്നുണ്ട്. യഹോവയെ കർത്താവിന്റെ 19-ാം വാക്യം, യഹോവയെ കർത്താവിന്റെ ബലമാകുന്നു, അവൻ എന്റെ കാലുകളെ മാൻപേട പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഹല്ലേലൂയ ഉന്നതികളിന്മേൽ നടക്കുവാൻ തക്കോണം മാൻപേടക്കാലിന് തുല്യമായ കാല് നിന്ന് ഏത് പ്രതിസന്ധികളെയും മറികടക്കുവാൻ ഹല്ലേലൂയ നിന്നാൽ ഞാൻ പടക്കൂടത്തിന് നേരെ പാഞ്ഞെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവൻ എന്റെ കാലുകളെ മാൻപേടക്കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിൽ മേലെ നടക്കുമാറാക്കുന്നു. അപ്പൊ നമ്മൾക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ എന്നെ ഉന്നതികളിൽ മേൽ നടക്കുമാറാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഹല്ലേലൂയ ഒരു സ്വർഗീയ കരമാണ് നമ്മുടെ മേലുള്ളത് ഹല്ലേലൂയ. വലിയ 2-3 വർഷത്തിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവന് ഹല്ലേലൂയ അസുഖം വന്ന് ആശുപത്രിയിൽ കിടക്കുക. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഞങ്ങൾ അവിടെ ആശുപത്രിയിൽ ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ എനിക്കൊരു പാട്ട് തന്നു ഹല്ലേലൂയ. ആ പാട്ട് ഹല്ലേലൂയ ഞാൻ ആ പാട്ട് വളരെ സന്തോഷത്തോട് പാടിക്കൊണ്ടങ്ങനെ ഇരിക്കുക ഹല്ലേലൂയ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ ഹല്ലേലൂയ, ഞാൻ യോഗ്യനല്ല യേശുവേ ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിപ്പാൻ ആ പാട്ട് ഹല്ലേലൂയ. ആ പാട്ട് പാടിക്കൊണ്ട് ഹല്ലേലൂയ ഞാനിങ്ങനെ നടക്കുക ഹല്ലേലൂയ. ഞങ്ങളുടെ മുൻപിൽ ഹല്ലേലൂയ ഒരു വഴിയില്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഞാൻ നടന്നു പോകുന്ന വഴിയിൽ തന്നെ ഹല്ലേലൂയ ഒരാൾ ഹല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ കരുതുവാൻ ദൈവം അവിടെ ഒരുക്കി നിർത്തിയിരിക്കുന്നു ഹല്ലേലൂയ. ഇന്നും ഞാനത് ഓർക്കുകയാണ് ഹല്ലേലൂയ. ദൈവം ചെയ്ത കരുതല്, ദൈവം ചെയ്ത സ്നേഹം ഹല്ലേലൂയ. ആ പാട്ട് തന്നപ്പോൾ തന്നെ എനിക്കൊരു ബലം എൻ്റെ ജീവിതത്തിൽ വന്നു. ആ പാട്ടിങ്ങനെയാണ് ഹല്ലേലൂയ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. അവിടെ ഹല്ലേലൂയ സ്നേഹമുള്ള കർത്താവ് ഹല്ലേലൂയ എന്നെയും ഹല്ലേലൂയ എൻ്റെ കുഞ്ഞിനെയും അവിടെ പരിപാലിപ്പാൻ തക്കണോടെയായിരുന്നു. എൻ്റെ ഭർത്താവ് ഐസിയുയിൽ കിടക്കുക. ഞങ്ങൾ ഐസിയുടെ വാതുക്കൽ ഹല്ലേലൂയ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുക വിഷമിച്ച് ഹല്ലേലൂയ. ആ സമയത്ത് കർത്താവ് ഹല്ലേലൂയ സംസാരിക്കുക, ഞാൻ യോഗ്യനല്ലെങ്കിലും ഹല്ലേലൂയ ആ സ്നേഹം പ്രാപിപ്പാൻ, ആ നന്മ പ്രാപിപ്പാൻ ഹല്ലേലൂയ ഞാൻ ഇരിക്കുന്നിടത്ത് കർത്താവ് എനിക്ക് വേണ്ടി ഹല്ലേലൂയ നന്മ ഒരുക്കി തന്നു ഹല്ലേലൂയ. ഞങ്ങൾ സമാധാനത്തോടെ ആശുപത്രിയുടെ ഐസിയുന്ന് പുറത്തു വരുവാനിടയിൽ തീർന്നു ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരം, ആ ദൈവത്തിന്റെ സ്നേഹം എത്ര കരുതലാണ് അനുഭവിച്ചതെന്ന് ഹല്ലേലൂയ അറിയുവാൻ കഴിഞ്ഞു ഹല്ലേലൂയ. യോഗ്യതയൊന്നും ഉണ്ടായിട്ടല്ല ഹല്ലേലൂയ, എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഒരു യോഗ്യത ഉണ്ടായിട്ടല്ല ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ച സ്നേഹം ഹല്ലേലൂയ. ആ സ്നേഹം പ്രാപിക്കുവാൻ, ആ കരുതൽ പ്രാപിക്കുവാൻ, നന്മ പ്രാപിക്കുവാൻ ഹല്ലേലൂയ എനിക്കൊരു യോഗ്യതയും ഉണ്ടായിട്ടല്ല ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ച മഹാസ്നേഹം. കാരണം നമുക്ക് ചില സമയത്ത് വേദന വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ പരിഭ്രമിക്കുന്ന നമ്മുടെ അനുഭവം ഹല്ലേലൂയ. ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം കണ്ടോ. വിഭ്രമരാഗത്തിൽ ഹല്ലേലൂയ എന്തോ ഒരു പ്രയാസങ്ങളാണ് ആ പ്രവാചകൻ അനുഭവിച്ചത്. വിഭ്രമരാഗത്തിൽ ഹല്ലേലൂയ ആദ്യം പ്രാർത്ഥനാ ഗീതങ്ങൾ ചൊല്ലുമായിരുന്നു ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ വചനത്തിൽ പറഞ്ഞേക്കുന്നത്, യഹോവേ ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി ഹല്ലേലൂയ.
ദൈവത്തിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. ഹല്ലേലൂയ. അവൻ ആരാ? സമുദ്രത്തിൽ വഴിയൊരുക്കുന്ന ദൈവം, പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ആ സമയത്ത് ഹല്ലേലൂയ, ആ 3-ാം അധ്യായത്തിന്റെ ഏറ്റവും അവസാനം കിടക്കുന്നൊരു വാക്യം, സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വചനത്തിൽ കാണുന്ന പോലെ ഉത്സവം ആചരിക്കുക. ഈ സിയോൻ പുത്രിയെ നീ എഴുന്നേറ്റ് മെതിക്കുക. ആ സിയോൻ പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് ആർപ്പെടുക. ഹല്ലേലൂയ. നീ ഘോഷിച്ചുല്ലസിക്കുക, നീ സന്തോഷിക്കുക, നീ ആനന്ദിക്കുക. നിന്റെ ജീവിതത്തിൽ എന്തായാലും ഹല്ലേലൂയ ആനന്ദിക്കാനും സന്തോഷിക്കാനുള്ള അനുഭവം മാത്രമേ ഉള്ളെന്നാണ് ഹല്ലേലൂയ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആ സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ. ആദ്യം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്ന വിഭ്രമ രാഗത്തിലാണ്. ഏറ്റവും അവസാനം പറഞ്ഞേക്കുന്നത് തന്ത്രിനാദത്തോടെ. ഹല്ലേലൂയ. നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ലേ? ഹല്ലേലൂയ. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരം. കാരണം ആരെങ്കിലും ഉത്സവം ആചരിക്കുന്നിടത്ത് കരഞ്ഞോണ്ട് നിൽക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഹല്ലേലൂയ. നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ട്, നല്ല പട്ടുവസ്ത്രമൊക്കെ ധരിച്ചിട്ട് നല്ല നല്ല അനുഭവത്തിലാണ് ഉത്സവം ആചരിക്കുന്നിടത്ത് ആൾക്കാർ നിൽക്കുന്നത്. നല്ല തരത്തിലുള്ള എല്ലാ പിന്നെ ശരീരത്തിലും എല്ലാം ചാർത്താവുന്നിടത്തെല്ലാം ചാർത്തി അതിന്റെ ഭംഗി വരുത്തി അവിടെ മോടി വരുത്തിയാണ് അവിടെ നിൽക്കുന്നത്. ആ സമയത്തും പറയുന്നിരിക്കുന്ന ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്വരമായ സ്തോത്രത്തോടെ യഹോവയ്ക്ക് അല്ലെങ്കിൽ സ്തോത്രം ചെയ്യാനാണ്. അപ്പൊ നമ്മൾ എങ്ങനെ വേണം സ്തോത്രം ചെയ്യാൻ അവിടെ കാണുന്നത്? ഹല്ലേലൂയ. കരഞ്ഞുകൊണ്ടും വിലപിച്ചുകൊണ്ടും അല്ല. ഹല്ലേലൂയ. ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നുള്ള ഒരു ധൈര്യമാണ്. കാരണം ഞാൻ ആദ്യം തന്നെ വായിച്ചു, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കും. ആ യഹോവെങ്കിലേക്ക് നോക്കുമ്പോൾ അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ അതിന്റെ 17-18 വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് വൃക്ഷത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഹല്ലേലൂയ. എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഈ കർത്താവ് രക്ഷയുടെ ദൈവമാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഹല്ലേലൂയ. ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് ഹല്ലേലൂയ രക്ഷയുണ്ട്, വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഹല്ലേലൂയ. ഘോഷിച്ചുല്ലസിക്കുവാൻ ഹല്ലേലൂയ വകയുണ്ട്. ഹല്ലേലൂയ. പ്രയാസ പ്രതികൂലങ്ങളുടെ നടുവിലും ഹല്ലേലൂയ ഏത് പരിശോധനകളുടെ നടുവിലും എൻ്റെ കർത്താവ് നടുവിൽ നമ്മളോടുകൂടെ ഇരിക്കുന്നതും ഹല്ലേലൂയ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ തിരുവചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വേദഭാഗങ്ങൾ പറഞ്ഞേക്കുന്നത്, യഹോവ എന്നോട് ഉത്തരമറിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം താമസിക്കുകയുമില്ല. ഹല്ലേലൂയ. അത് വരും നിശ്ചയം താമസിക്കത്തില്ല. അതുകൊണ്ട് അവനെ കാത്തിരിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അത് വരും നിശ്ചയം. ഹല്ലേലൂയ. അപ്പൊ ദർശനം എഴുതി വെക്കണം. അത് മാത്രമല്ല അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളൊന്നും നിവൃത്തിയാകാൻ പോകത്തില്ല. എല്ലാ വാഗ്ദത്തങ്ങളും തക്ക സമയത്ത് നിവൃത്തിയാകേണ്ടതിന് ഹല്ലേലൂയ അത് നമ്മൾ ഓർത്തോണ്ടിരിക്കണം എന്നാണ് ഹല്ലേലൂയ പറഞ്ഞിരിക്കുന്നത്. തെളിവായി അതെന്ത് വരച്ചു വെക്കണം. ഹല്ലേലൂയ. അത് തന്നെ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. സമയം ഒട്ടും തെറ്റത്തില്ല. കറക്റ്റ് സമയത്ത് തന്നെ ദൈവം എല്ലാം നൽകി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ നാമമാണ് ഹല്ലേലൂയ. എല്ലാ നാമത്തിനും മേലായ നാമം തന്ന ആ ദൈവത്തിന്റെ നാമത്തിലാണ് നമ്മൾ ഹല്ലേലൂയ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഏത് പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോഴും ഹല്ലേലൂയ അവിടെ എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്വർഗം ഇടയാക്കി തീർക്കുന്ന അനുഭവങ്ങൾ. ഹല്ലേലൂയ. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം ഹല്ലേലൂയ 2:6 പറഞ്ഞ കരയെയും കടലിനെ എല്ലാം ഇളക്കുന്ന ഒരു അനുഭവം ഹല്ലേലൂയ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് ഹല്ലേലൂയ തിരുവചനത്തിൽ നമുക്ക് ഹല്ലേലൂയ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം ഹല്ലേലൂയ
14 വാക്യം, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഹല്ലേലൂയ. സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായിരിക്കാൻ തക്കോണം തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്ത ഒരു ദൈവം. ഹല്ലേലൂയ. അപ്പൊ സൽപ്രവർത്തികൾ ചെയ്യുവാനും അതിന് ശുഷ്കാന്തിയുള്ളവരായിരിക്കാനും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സൽപ്രവൃത്തികൾക്ക് ഒരുങ്ങിയിരിക്കാനും ആരെ കൊണ്ട് ദൂഷണം പറയാതെ കലഹിക്കാതെ ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ സൽപ്രവൃത്തികൾ ഒരുങ്ങിയിരിക്കുവാൻ തക്കോണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നുണ്ട്. പിന്നെ അതിന്റെ 3-ന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ച് പറയണം. സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കണമെന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. വേറൊരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, അത്യാവശ്യ സംഗതികളിൽ ഹല്ലേലൂയ സൽപ്രവൃത്തികൾക്ക് മുൻപന്മാരായിരിക്കാൻ പഠിക്കട്ടെ. അപ്പോൾ സൽപ്രവൃത്തികൾക്ക് മുൻപന്മാരായിരിക്കണം, ശുഷ്കാന്തി വേണം, ഉത്സാഹികളായിരിക്കണം. ഹല്ലേലൂയ. സൽപ്രവൃത്തികൾക്ക് ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രം വലുതാണ്. ഹല്ലേലൂയ. എത്ര ഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്കാണ്, ഹല്ലേലൂയ, ഒരു ഭാഗ്യകരമായ ഒരു പ്രത്യാശയിലേക്കാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ദൈവം വഴി നടത്തുന്നത്. ഹല്ലേലൂയ. എത്ര പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ഹല്ലേലൂയ, രോഗങ്ങൾ, പീഡകളൊക്കെ കടന്നു വരുമ്പോൾ അതിന്റെ മധ്യത്തിൽ വലിയ കർത്താവ് നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. രക്ഷിക്കുന്ന വീരനായി അവൻ നമ്മുടെ മധ്യേ ഇരിക്കുന്നു. നിങ്ങൾ ഏത് തരത്തിലുള്ള വേദനകളാണ് അനുഭവിക്കുന്നത്, അതിനകത്ത് കർത്താവ് പറയാൻ ഞാൻ മധ്യേ ഇരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ അസമാധാനമാണോ, ഹല്ലേലൂയ, വേദനകളാണോ, പ്രയാസങ്ങളാണോ, ഭാരങ്ങളാണോ നിങ്ങൾ അനുഭവിക്കുന്നത്, പക്ഷെ കർത്താവ് അതിന്റെ മധ്യേ ഇരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മധ്യേ ഇരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ നമ്മൾ കലകേണ്ട കാര്യമില്ല എന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുൻപ് നമ്മളെ കണ്ടവനായ കർത്താവ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. നമ്മളോട് ഇപ്രകാരമാണ് ഒരു പാട്ട്, ഹല്ലേലൂയ, പാട്ടുകാരൻ പറയുന്നത്, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, ആയത്രേ ആഴമേ യേശുവിൻ സ്നേഹമേ, ആയത്രേ ആഴമേ യേശുവിൻ സ്നേഹമേ, ആയതിൻ ധ്യാനമൻ ജീവിത ഭാഗ്യമേ, ആയതിൻ ധ്യാനമൻ ജീവിത ഭാഗ്യമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, ലോകസഭനം മുൻ പെണ്ണെയും കണ്ടല്ലോ, ലോകസഭനം മുൻ പെണ്ണെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നുതാൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നുതാൻ ജീവനെ തന്നല്ലോ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വിളിയാൽ, എന്നെയും യോഗ്യയാൽ എണ്ണിയ സ്നേഹമേ, എന്നെയും യോഗ്യനാൽ എണ്ണിയ സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിണ്ടൂതർക്കും പാടാം അസാധ്യമേ അത്, വിണ്ടൂതർക്കും പാടാം അസാധ്യമേ അത്, കൽവരി ഗിരിയിൽ കാൽവേരം തുളച്ച, കാൽവരി ഗിരിയിൽ കാൽവേരം
വച്ച കുഞ്ഞാടം പ്രിയന് സ്നേഹമെങ്കാനമേ കുഞ്ഞാടം പ്രിയനിൽ സ്നേഹമെങ്കാനമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹം മാധുര്യം ചിന്താതിരാമത്രേ തൻ സ്നേഹം മാധുര്യം ചിന്താതിരാമത്രേ കർത്താവൻ കുഞ്ഞട്ടിൻ കല്യാണ നാളതിൽ കർത്താവൻ കുഞ്ഞട്ടിൻ കല്യാണ നാളതിൽ കാന്തയാൽ തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ കാന്തയാൽ തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ കോരാമം പാടുകൾ ക്രൂരയൂതരാൻ കോരാമം പാടുകൾ ക്രൂരയൂതരാൻ കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതിരാമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതിരാമത്രേ അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ അത്ഭുത സ്നേഹമാം സ്വർഗീയ ദാനത്താൽ സമ്പൂർണനാക്കിടും എന്നെയും തന്നെ പോ സമ്പൂർണനാക്കിടും എന്നെയും തന്നെ പോ ശത്രുവമെന്നെയോ തൻ സ്വന്തമാക്കിയ ശത്രുവമെന്നെയോ തൻ സ്വന്തമാക്കിയ സ്നേഹസ്വരൂപനിൽ അതുല്യ സ്നേഹമേ സ്നേഹസ്വരൂപനിൽ അതുല്യ സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതിരാമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതിരാമത്രേ സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ സ്വർഗീയദാതനിൽ വിലയും തികച്ചു സ്വർഗീയദാതനിൽ വിലയും തികച്ചു സ്വർഗീയ ശില്പിയ യേശുവിൻ സ്നേഹമേ സ്വർഗീയ ശില്പിയം യേശുവിൻ സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതിരാമത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതിരാമത്രേ ഈ അത്ഭുത സ്നേഹത്തിന്റെ ഹല്ലേലൂയ മാധുര്യം ഹല്ലേലൂയ അത് ചിന്താതീതം ഹല്ലേലൂയ വർണ്ണിക്കാൻ കഴിയാത്ത തരത്തിൽ ഹല്ലേലൂയ അവൻ എന്നെ ഹല്ലേലൂയ ലോകസ്ഥാപനത്തിന് മുൻപ് തിരഞ്ഞെടുത്ത ആ ദൈവത്തിന്റെ സ്നേഹം എത്ര വിലയേറിയതാണ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മളെ കരുതുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഹല്ലേലൂയ നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന ആ കർത്താവിന്റെ കരങ്ങളിൽ ഹല്ലേലൂയ നമ്മളെ തന്നെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ അനേകരെ ഹല്ലേലൂയ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവരെല്ലാം ഇന്ന് പകൽക്കാലം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങളുടെ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ഞങ്ങളെ വിളിക്കാൻ മറക്കണ്ട ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഹല്ലേലൂയ. താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഹല്ലേലൂയ നിങ്ങളുടെ വിഷയങ്ങൾ എന്ത് തന്നെയായാലും അത് അറിയിക്കുക ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ ഹല്ലേലൂയ, സ്വർഗീയ ദൈവമേ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ അനുഗ്രഹിച്ച്
പ്രാർത്ഥിക്കുകയാണ്. അവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ തലമുറകളെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് പകൽക്കാലം തലമുറകളെ കുറിച്ച് ഓർത്ത് വേദനപ്പെടുന്ന മാതാപിതാക്കളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ കർത്താവെ ദൈവ വഴിയിൽ കൂടെ നടക്കുവാൻ തക്കോണം. ഹല്ലേലൂയ. കർത്താവെ യോസഫ് ഹല്ലേലൂയ അപ്പാ ഹല്ലേലൂയ യാക്കോബിന്റെ അടുത്തൊന്ന് പോയി. ഹല്ലേലൂയ. പിന്നെ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ മിസ്സായി പോയെങ്കിൽ തന്നെയും ഹല്ലേലൂയ പിന്നീട് ഹല്ലേലൂയ അവൻ മിസ്രയീമിൽ മന്ത്രിയാകുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. തലമുറകളൊന്നും നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം ഹല്ലേലൂയ ഹല്ലേലൂയ പരിപാലിക്കുന്ന ഒരു ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ തലമുറകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളെയും ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർ അനുഭവിക്കുന്ന വേദനകൾ, കണ്ണുനീരുകൾ, ഹല്ലേലൂയ സങ്കടങ്ങൾ എന്തു തന്നെയായിരുന്നാലും സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് പറഞ്ഞ കർത്താവ്, ഇന്ന് പകൽക്കാലം കർത്താവെ നീ നടുവിൽ ഹല്ലേലൂയ നിൽക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എല്ലാവരുടെയും വിഷയങ്ങൾ കർത്താവെ നീ അങ്ങ് എടുത്തു മാറ്റുമാറാകണമേ. ഭാരമുള്ള വിഷയങ്ങൾ എടുത്തു മാറ്റുമാറാകണമേ കർത്താവെ. എല്ലാ വേദനകളെയും മാറ്റിക്കളയുന്ന കർത്താവിന്റെ കരങ്ങൾ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, യഹോവന്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. എന്റെ ശത്രുവായോട് സന്തോഷിക്കാതെ വണ്ണം കർത്താവ് എന്നെ പരിപാലിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം കർത്താവെ ഹല്ലേലൂയ ദൈവം എന്നെ രക്ഷിക്കും. ഹല്ലേലൂയ. നീ രക്ഷകനായി ഞങ്ങളുടെ മുൻപിലുള്ളത് കൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ സ്തോത്രം, വിടുതൽ പകർന്നിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ. അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു, പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.